ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റാഗിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റാഗിപ്പുട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാനായി തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പുട്ടുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്നൊന്ന് ചൂടാക്കിയെടുക്കണം. ഇങ്ങനെ വറുത്തെടുത്ത് നമ്മൾ റാഗിപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. പിന്നെ റാഗിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള കൊളസ്ട്രോളും ഷുഗറൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാവുന്നതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ രീതിയിൽ നമ്മൾ റാഗിപ്പൊട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു ചുവ ഉണ്ടായിരിക്കും ഇതിന്. അതൊരു പച്ച ചുവ പോലെ ഉണ്ടാവില്ലേ, അതെല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. പക്ഷെ ഇതുപോലെ നമ്മൾ വറുത്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു റോ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. കൂടാതെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ നമ്മൾ ഈ ഒരു റാഗി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെയുള്ള ഫുഡുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം റാഗി എടുത്തിട്ട് ഇതുപോലൊന്ന് നമുക്ക് വറുത്തെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇത് കരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേഗം തന്നെ ഓഫാക്കാം, ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പുട്ടിന് കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ എടുത്തൊക്കെയാണ് കേട്ടോ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അത് മതി. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ പാത്രമൊന്നും മാറ്റിയില്ല. നമ്മൾ വറുത്തെടുത്തുള്ള ആ ഒരു സെയിം പാത്രത്തിൽ തന്നെയാണ് പുട്ടുപൊടി കുഴച്ചെടുക്കുകയും ചെയ്യുന്നുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ടും ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാത്രവും അതുപോലെ തന്നെ പൊടിയും എല്ലാം നല്ല ചൂടായതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം എടുക്കുക. അപ്പോൾ ഞാൻ റാഗിപ്പൊടി അളന്നിട്ടുള്ള സെയിം കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. മുഴുവൻ വെള്ളവും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്നൊന്ന് കുഴച്ച് നോക്കാം. അതിന് ശേഷം മാത്രം വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞുതരാം കേട്ടോ, എത്ര വെള്ളം എടുത്തു എന്നുള്ളത്. ആദ്യമൊക്കെ ഞാനും ഇതുപോലെ തന്നെ നമ്മൾ റാഗിപ്പൊടി സാധാ പോലെ തന്നെ കുഴച്ചിട്ടാണ് പുട്ടുണ്ടാക്കിയിരുന്നത്. ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ള കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഇത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെപ്പോലെ ഇങ്ങനെ റാഗിപ്പൊടി വറുത്തിട്ട് പുട്ടുണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് കണ്ടതിന് ശേഷം. ചൂടൊക്കെ നന്നായിട്ട് ഒരു വിധം മാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ കൈ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്തിന് ചൂടൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാം ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലുള്ള ഈ കട്ടകളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി പുട്ടുപൊടിയുടെ പരുവം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നമ്മൾ സാധാരണ രീതിയിൽ പുട്ടുണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടും നമ്മളിതങ്ങോട്ട് ഉടയ്ക്കുന്ന സമയത്ത് ഇതുപോലെ വീണ് പോകുകയും വേണം. അതാണ് ഒരു കറക്റ്റായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള ഒരു പരുവം കേട്ടോ. ഇനി പുട്ടിനെ കുറച്ചും കൂടി ടേസ്റ്റി ആക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലാതെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ചേർക്കില്ല, അതുപോലെ മതി. മാവിലിങ്ങനെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പുട്ടിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ടുപൊടി നന്നായിട്ട് തന്നെ കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം തന്നെ പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ മാവുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. കൈ കൊണ്ടൊക്കെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു കറക്റ്റ് അളവ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാട്ടോ സ്പൂൺ അളവിലൊക്കെ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുക. ക്യാരറ്റൊക്കെ ചേർത്ത് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഭക്ഷണം തന്നെയാണ് കേട്ടോ ഈ റാഗിപ്പുട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നേന്ത്രപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഈ ഒരു കപ്പിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. ഇതിലൊരു 1/2 കപ്പ് വെള്ളം മാത്രമേ നമുക്ക് പുട്ടുപൊടിയിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഓരോ പൊടിക്കനുസരിച്ചിട്ടും ചിലപ്പോൾ ഒരു വ്യത്യാസമൊക്കെ വരും കേട്ടോ. പുട്ടുകുറ്റിയിൽ നമ്മൾ പുട്ടിൻ്റെ മാവ് നിറച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കുടവിടെ വെള്ളമൊക്കെ ആയിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പുട്ടും കുറ്റി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പുട്ടുന്ന് ആവിയൊക്കെ ചെറുതായി വരാൻ തുടങ്ങിയിട്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് മൂടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പുട്ടുംകുറ്റി അതിപുരാതനമായിട്ടുള്ളൊരു പുട്ടുംകുറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും കണ്ടാലൊന്നും വിചാരിക്കേണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ അടപ്പൊക്കെ എടുത്ത് വയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇതുപോലെ ഗ്ലാസ് ഇട്ടിട്ട് മൂടിയിട്ടാണ് കേട്ടോ എപ്പോഴും പുട്ട് വെച്ചെടുക്കാറുള്ളത്. ഇപ്പം നമ്മൾ പുട്ടുന്ന ആവി വറക്കുന്നത് കണ്ട് ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു റാഗിപ്പുട്ട് കഴിക്കാൻ നമ്മൾ ചെറുപയർ അതുപോലെ തന്നെ കടലക്കറിയുടെ കൂടിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നോൺ വെജിലേക്ക് ഇത് അത്രയ്ക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. റാഗിപ്പുട്ടും നോൺ വെജും കൂടി അത്ര ഒരു കോമ്പിനേഷനായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ കഴിക്കുന്നത് നല്ല നമ്മൾ ഞാലിപ്പൂവൻ്റെ കൂടെ കേട്ടോ ഈ ഒരു പുട്ട് കഴിക്കാൻ പോകുന്നത്.